എല്ലാ അറിവും എന്നല്ല അൽ ഇൽമു എന്ന് പറഞ്ഞാൽ പ്രത്യേക അറിവിനെ കുറിച്ചാണ് അലിഫ്ലാം കൊണ്ട് വിശേഷിപ്പിച്ചത്. ആ അറിവ് ഏതാണ്? ദീനിയായ അറിവ് എന്ന് പറയുന്ന അറിവാണ്. എല്ലാ അറിവും നമുക്ക് ആവശ്യമാണ്. അതാണല്ലോ ഇന്ന് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ മർക്കസ് സഖാഫത്ത് സുന്നിയ തൊട്ട് നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു, ചെറുതും വലുതുമായി. നമ്മുടെ ഈ സ്ഥാപനം അടക്കം, ജാമിയ ഹിക്മിയ അടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളൊക്കെ രണ്ട് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇസ്ലാമിനെ ഇവിടെ പിടിച്ചു നിർത്തിയതിൽ മഹല്ലാന്തരങ്ങളിൽ നടന്ന ദർസ്, ആ ദർസിന് വലിയ പങ്കുണ്ട്. എന്നല്ല ആലിമീങ്ങളൊക്കെ ദർസിന്റെ സന്തതികളാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അന്നത്തെ അവസ്ഥ, ജുമുഅത്ത് പള്ളി അല്ലാത്ത നിസ്കാര പള്ളികളിൽ പോലും വലിയ ദർസുകൾ നടന്നിരുന്നു. മഹാനായ കൂട്ടുമല ഉസ്താദ്, അവരുടെ രാജ്യം മലപ്പുറം കുന്നിന്റെ മുകളിൽ കാളമ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ കാളമ്പാടി കൊണ്ട് അവരെ അറിയപ്പെടുന്നില്ല, കോട്ടുമല എന്ന രാജ്യം കൊണ്ട് അറിയപ്പെടുന്നു. കോട്ടുമല കിടക്കുന്നത് എവിടെയാണ്? വേങ്ങരയുടെ പരിസര പ്രദേശം. ആ കോട്ടുമല എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അവിടെ ഒരു പള്ളിയിൽ ദർശനം നടത്തി. ആ പള്ളി ഏതാണ്? ജുമുഅത്ത് പള്ളിയാണോ? അല്ല, ഒരു നിസ്കാര പള്ളിയിലായിരുന്നു കോട്ടുമല ഉസ്താദിന്റെ ദർശനം. കാലങ്ങൾ ദർശനം നടത്തി. ആ ദർശകളിൽ പഠിച്ച വലിയ ആലിമീങ്ങൾ ഇന്നും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളിൽ പ്രധാനികളായ സയ്യിദ് അലി വാഫഖി തങ്ങൾ അവിടെ ദർസിൽ പഠിച്ച മഹൽ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ സിരിയ അലിക്കുഞ്ഞു മുസ്ലിയാർ അവിടുത്തെ ദർസിൽ പഠിച്ച മഹൽ വ്യക്തിത്വമാണ്. അങ്ങനെ നിരവധി ആലിമീങ്ങൾ ആ കാലത്ത് അവിടുത്തെ ദർസിൽ പഠിച്ചിട്ടുണ്ട്. ആ ദർസാണെങ്കിലോ ഒരു നിസ്കാരപ്പള്ളി. ഇങ്ങനെ നിസ്കാരപ്പള്ളികളടക്കം ദർസുകൾ സജീവമായി നടന്നിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ ഭൗതികമായി അതിന്റെ കൂടെ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ഇതിന്റെ കൂടെ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നൊരു കുറവുമായിരുന്നില്ല. മുന്നോട്ട് പോകും. എല്ലാവരും ഭൗതികമായി ചിന്തിക്കുകയും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കുകയും കാലഘട്ടം ഒരു പക്ഷേ അതിനാവശ്യമായി വരികയും ചെയ്തു എന്ന് വിചാരിക്കാം. എന്നാൽ ആ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മാത്രം പോയി ദീനിയായ അറിവിനെ പാടെ പുറന്തള്ളി ഇങ്ങനെ വന്നപ്പോഴാണ് ഇപ്പറഞ്ഞ എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നത്. അതേ സ്ഥാനത്ത് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, ആലിമീങ്ങൾ, താജുൽ തങ്ങളവറുകളും സുൽത്താനുൽ ഉലമ ഉസ്താദവറുകളും അടക്കമുള്ളവർ തന്നെ നമുക്ക് വഴി തെളിയിച്ചെന്ന മഹാന്മാർ ഇന്ന് നമ്മുടെ കൂടെയില്ല. അല്ലാഹു ദറജ എത്തിക്കൊടുക്കട്ടെ. അവരെ തീരുമാനിച്ചു ഭൗതിക വിദ്യാഭ്യാസം ഇന്ന് അനിവാര്യമായി വന്നിട്ടുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ പ്രസരിപ്പിൽ ദീൻ പറ്റിവിടുന്ന് പോകാൻ പാടില്ല. ഏത് തലങ്ങളിൽ ഉന്നത തലങ്ങളിൽ എത്തിയാലും അടിസ്ഥാനപരമായ ദീൻ അത് മരിച്ചാലും ആവശ്യമുള്ളതാണ്, എന്നും ആവശ്യമുള്ളതാണ്. അതാണല്ലോ ഭൗതികമായ വിജ്ഞാനം, ദീനിയായ വിജ്ഞാനം രണ്ടായിട്ടാണ് വിജ്ഞാനത്തെ എണ്ണപ്പെടുന്നത്. ഭൗതിക ലോകത്ത് മാത്രമേ അതിന്റെ ഗുണം കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ ഭൗതിക വിജ്ഞാനം എന്ന് പറയുന്നത്. ദീനിയായ വിജ്ഞാനാകുമ്പോ ഭൗതിക ലോകത്ത് മാത്രമല്ല, ഇനി നമുക്ക് വരാനുള്ള മറ്റൊരു ലോകത്തേക്കും അത് ഫലപ്രദമാണ്. അപ്പൊ രണ്ട് ജീവിതവും സുഭിക്ഷമാകണമെങ്കിൽ ഇതും കൂടെ അറിയാതെ പോയാൽ പറ്റില്ല. അപ്പോ ഇസ്ലാമികമായി അറിഞ്ഞിരിക്കാൻ ആവശ്യമായ പഠനവും കൂടി നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ഓരോ ജില്ലയിലും ദശക്കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം നോക്കിയാൽ എത്ര സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനവും ഉയരണം, വളരണം. അതിൽ പ്രധാനമായി എല്ലാവരും ചിന്തിക്കേണ്ടത് നല്ല ആലിമീങ്ങളെ, അവരെ കൊണ്ടാണ് ദീൻ നിലനിൽക്കുകയുള്ളൂ. ദീൻ നിലനിർത്താൻ ആവശ്യമായത് മേൽപ്പറഞ്ഞ വിജ്ഞാനമാണ്. ആ വിജ്ഞാനത്തുടമകൾ ആലിമീങ്ങൾ, അവർക്ക് ഭൗതികമായ ഉണ്ടാവട്ടെ. അതിവിടെ പ്രശ്നമുള്ള സംഗതിയല്ലല്ലോ. പഴയ കാലത്തെ ആലിമീങ്ങളൊക്കെ അന്നത്തെ ഭൗതികരും കൂടിയായിരുന്നു. പോലെയുള്ളവർ, ഇബ്നു റുസ്ദിൽ ഉസൂലിസ്തിയെ പോലുള്ളവർ, അതേപോലെ തന്നെ
ഷെയ്ഖ് ഇബ്നു സീന എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന എത്രയോ മഹാന്മാർ, മഹാനായ ഇമാം റാസി, ഇമാം ഗസാലി, ഇവരൊക്കെ ആ കാലഘട്ടങ്ങളിലെ ദീനീ വിദ്യാഭ്യാസമുള്ളവരായതിന്റെ പുറമെ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും ഭൗതികമായ വിദ്യാഭ്യാസത്തിനുടമകളും ആയിരുന്നു. അപ്പൊ രണ്ടു വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുകയും അവർ അതിന്റെ ആളുകളായി വരികയും ചെയ്യുമ്പോൾ ദീന് കൊണ്ട് അവർ ഭൗതികമായ ഒരു പ്രവർത്തനത്തിനും തടസ്സമോ മറിച്ചോ ഉണ്ടാകില്ല. ഇന്ന് നാം കാണുന്നത് പലപ്പോഴും ഭൗതികമായ അറിവ് ദീനിന് ഭീഷണിയായി വരികയാണ്. അതിന്റെ കാരണം അവർക്ക് ദീനും യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്താണ് ദീനെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോ നമ്മുടെ ഈ സ്ഥാപനത്തിന് അങ്ങനെ ഒരു ഊന്നൽ കൊടുക്കൽ കൂടി ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പരിസരത്തുള്ള സാധാരണക്കാർക്കും സുന്നത്ത് ജമാഅത്തിനെ പറ്റി പഠിക്കാൻ. ഇന്ന് ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ് പലരും നടത്തുന്നുണ്ട്. പക്ഷേ ഖുർആനത്തോട് അകലുകയാണ്. ഖുർആനെ എങ്ങനെയൊക്കെയോ വ്യാഖ്യാനം നടത്തി യഥാർത്ഥ ആശയത്തിൽ തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അവർ യഥാർത്ഥത്തിൽ ഖുർആൻ പഠിച്ചിട്ടില്ല. ഖുർആനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. കേവലം ഒന്നോ രണ്ടോ പുസ്തകം വായിച്ച് അവരാണ് അറിയില്ല. ഇത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, കാലഘട്ടങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി നേരിട്ട് ഖുർആനിലേക്ക് ഇറങ്ങി ചെല്ലുകയല്ല. ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് അത് പഠിക്കാൻ ആവശ്യമായ എത്ര വിജ്ഞാനം വേറെ ഉണ്ട്, അതെല്ലാം പഠിക്കണം. അപ്പോഴേ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഇവർ പറയുന്നതല്ല ഖുർആന്റെ ഉള്ളടക്കമെന്നും സുന്നത്ത് ജമാഅത്ത് തന്നെയാണ് ഖുർആന്റെ ആശയമെന്നും മനസ്സിലാക്കാൻ കഴിയും. ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ഡിതന്മാർക്കും അതേപോലെ ഈ ബഹുജനങ്ങളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ ഈ സ്ഥാപനം ഇനിയും വളരുകയും ഉയരുകയും വേണം. ഒരു കാരണവശാലും ദീനിനൊരു മങ്ങലേറ്റ് കേവലം ഭൗതികത്തിന് പിന്നാലെ മാത്രം പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാ നിലക്കും പോയാൽ ഇന്നത്തെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ജനങ്ങളുമായി സംവദിക്കാൻ വരെ കഴിയില്ല. അവരുമായി ആശയവിനിമയം നടത്താൻ കഴിയില്ല. അവർ പറയുന്നത് എന്താണെന്ന് പഠിക്കാത്ത ആൾക്ക് മനസ്സിലാവില്ല. ഇവര് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോ എല്ലാ അറിവും ആവശ്യമാണ്. അതോടൊപ്പം എല്ലാത്തിനെയും അടിത്തറയും എന്നും അതിന് എല്ലാ നിലക്കും എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. നേരത്തെ മാഷ് സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ മുമ്പത്തെ ഉപേക്ഷിച്ച് ഒരുപാട് കെട്ടിടങ്ങളും കലം ഒക്കെ കൂടി വരുമ്പോ ചിലപ്പോ തോന്നും കണ്ടമാനം ആസ്തിയും സമ്പത്തും ഒക്കെ നമുക്കുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ട ഓരോ ദിവസവും ഇവിടെ കടന്നു പോകുന്ന കടങ്ങളാണ് എപ്പോഴും ബാക്കിയുള്ളത്. ബാലൻസായി ഒന്നും സ്ഥാപനം വളരും തോറും കടവും കൂടും. പക്ഷെ എല്ലാം വളരെ എളുപ്പമായി വരും, യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഈ രാജ്യത്തിന് തന്നെ ഈ സ്ഥാപനം അടുത്ത രാജ്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ അറിയപ്പെടാൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ. ഇതിനു വേണ്ടി അവരോട് വിട പറഞ്ഞു മരിച്ചുപോയി. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗത്ത് പാർക്കട്ടെ. ഇപ്പോഴും
സുഖമില്ലാതെ മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന മൊയ്തുകുട്ടി ഹജ്ജിനെ പോലെയുള്ള അവരെല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെയാണ്. സുഖമില്ല, റഹമുർ-റഹീമിനായ സയ്യിദായ തമ്പുരാൻ അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.